പിണറായി വിജയൻ ഏകാധിപതിയെന്ന് തുറന്നടിച്ച് CPIM സഹയാത്രികനും മുൻ MP-യുമായ സെബാസ്റ്റ്യൻ പോൾ. കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ തന്നെ ഏറ്റെടുക്കണമെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കരുതെന്നും സെബാസ്റ്റ്യൻ പോൾ 24-നോട് പറഞ്ഞു. വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സംസാരിക്കുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു വലിയ പരാജയം ഉണ്ടായിരിക്കുന്നു. ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്നാണ് അങ്ങ് കരുതുന്നത്? സത്യസന്ധമായ ആലോചനയാണ് നടക്കുന്നതെങ്കിൽ പാർട്ടിക്ക് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയേണ്ടി വരും. കേരളത്തെ സംബന്ധിച്ച് പാർട്ടിക്ക് സ്വന്തമായ ഒരു അസ്തിത്വം ഇല്ലാതായ സാഹചര്യമാണ്. പാർട്ടി സെക്രട്ടറി ഒക്കെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിഷ്പ്രഭനാണ്. അപ്പോൾ എല്ലാ അധികാരവും മുഖ്യമന്ത്രിയിലേക്ക് ഒതുങ്ങി. എല്ലാ നേട്ടങ്ങളുടെയും ഖ്യാതി മുഖ്യമന്ത്രിക്ക് സ്വന്തമായി. ആ സാഹചര്യത്തിൽ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കണം. ഒപ്പം തന്നെ ഈ പരാജയം ഉണ്ടായി, ഇനി ഇതിൽ നേതൃത്വം ഒരു മാറി ചിന്തിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്ത് ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച്? ഇവിടെ ഇപ്പോൾ ജനങ്ങൾ ഇടപെട്ട് പാർട്ടിയെ തിരുത്തുന്ന ഒരു മഹത്തായ വലിയ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പാർട്ടി നേതൃത്വം കേവലം കാഴ്ചക്കാരായി മാറിയ അവസ്ഥയുണ്ട്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ വരണം എന്നുള്ളതാണോ, അല്ലെങ്കിൽ ആരായിരിക്കണം? പിണറായി വിജയൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നന്നായി പെർഫോം ചെയ്യാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവായി ഒരാൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണല്ലോ. പിണറായി വിജയന് ഇനി ഏതായാലും അങ്ങനെയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കില്ല. പകരമെന്ന് പറയുമ്പോൾ മുഖങ്ങളൊക്കെ പരിമിതമാണ്. ബാലഗോപാൽ വളരെ ഉള്ളൂ. അവരിൽ നിന്ന് ഒരാളത് ഏറ്റെടുത്താൽ അത്രയും ഒരു നവീകരണം അവിടെ നടക്കുമല്ലോ. അതിന് പാർട്ടി തയ്യാറാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. മാഹിനൊപ്പം വിപിൻ സി വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.